ഹർത്താലിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും മറവിൽ വ്യാപകമായ അക്രമം സൃഷ്ടിക്കുക. SFIയുടെ ജയത്തിൽ വിറളി പൂണ്ടവർ തെരുവിൽ അക്രമം നടത്തുക. സ്വാഭാവികമായി പല രാഷ്ട്രീയ വിഷയങ്ങളിലും ഏറ്റ തിരിച്ചടികളെ മറയ്ക്കാൻ അക്രമം തെരുവിൽ തീർക്കുക. ഇതായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇന്നലത്തെ അക്രമ പരമ്പരയിലെ തുടർച്ചയിൽ നാം കണ്ടത്. അവിടെ സ്വാഭാവികമായ തർക്കങ്ങൾക്കിടയിൽ ഉന്തും തള്ളിനുമിടയിൽ അക്രമം സൃഷ്ടിച്ച അതിന് നേതൃത്വം നൽകിയ ഷാഫി പറമ്പിലിന് സ്വാഭാവികമായി പരിക്കേൽക്കുന്നു. അതിനെ ഇരവാദമുന്നയിച്ച് കൂടുതൽ അക്രമത്തിന് വേദിയാക്കാൻ നിദാനമാക്കുന്നു. ഇങ്ങനെയാണ് ഇന്നലെ രാത്രിയിലുണ്ടായ പേരാമ്പ്രയിൽ തുടങ്ങിയ ആ സംഘർഷത്തിൻ്റെ തുടക്കമെന്നത്. അതാണിപ്പോഴും ഇന്നുമൊക്കെ ഇന്നലെ രാത്രിയിലും അർദ്ധരാത്രിയിലുമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ അക്രമങ്ങളായി രൂപപ്പെടുത്തി കോൺഗ്രസ് നടത്തിയത്. എന്താണിതിൻ്റെ വസ്തുത നമുക്ക് പരിശോധിക്കാം. ജില്ലാ കമ്മിറ്റി ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തി. ഇതടക്കമുള്ള സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേതൻ സാജൻ കൂടി ചേരുകയാണ്. ചേതൻ, എന്തൊക്കെയാണ് CPIM ജില്ലാ കമ്മിറ്റി ഇപ്പോൾ വിശദീകരിച്ചത്? അജിംഷാദ്, നിലവിൽ ഈ CKG ഗവൺമെൻറ് കോളേജിലെ SFIയുടെ വിജയത്തിന് പിന്നാലെയാണ് ഈ സംഭവങ്ങളൊക്കെ തുടക്കം. SFI വൻ വിജയം നേടിയപ്പോൾ ഇത് കണ്ണിൽ പിടിക്കാത്ത ചില UDF പ്രവർത്തകർ ക്യാമ്പസിലേക്ക് ഇരിച്ചെത്തുകയും അവിടുത്തെ SFIയുടെ കൊടിതോരണങ്ങളൊക്കെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും SFI വലിയൊരു സംഘർഷത്തിലേക്ക് പോയില്ലെങ്കിൽ തന്നെ ചെറിയ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ഈ ഒരു നിസാര കാര്യത്തിനാണ് കഴിഞ്ഞ ദിവസം UDF പ്രവർത്തകർ പേരാമ്പ്രയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ രാവിലെയോടുകൂടി ഈ UDF പ്രവർത്തകർ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിലേക്ക് 30 പേരടങ്ങുന്ന സംഘം ഇരിച്ചെത്തുകയും ഈ തങ്ങളുടെ ഹർത്താൽ കഴിയുന്നവരെ ഈ സ്ഥാപനം അടച്ചിടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും ഇതിന് വഴങ്ങാത്ത പഞ്ചായത്ത് പ്രസിഡന്റായ പ്രമോദിനെ CPIM നേതാവുമായ പ്രമോദിനെ കയ്യേറ്റം ചെയ്യുകയും ദേഹോദ്രമം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പക്ഷേ ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും CPIM വലിയൊരു സംയമമാണ്, ആത്മനിയന്ത്രണമാണ് പാലിച്ചത്. വളരെ CPIMൻ്റെ ഒരു കോട്ട തന്നെയാണ് പേരാമ്പ്ര. അത്തരത്തിലൊരു പ്രദേശത്ത് സ്വാഭാവികമായും CPIM നേതാവിനെ ആക്രമിക്കുമ്പോൾ, കയ്യേറ്റം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അത്ര ഒരു എഫക്റ്റ് ഒന്നും അതിന് കാരണം ഉണ്ടായില്ല. അതിന് കാരണം വലിയ രീതിയിൽ CPIM ഈ വിഷയത്തെ സംയമനത്തോടുകൂടി കണ്ടു എന്നതാണ് നമുക്ക് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കാനുള്ളത്. അത് മാത്രമല്ല, ഇതിന് ഒരു സ്വാഭാവികമായും ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ ഇതിന് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇന്നലെ വൈകിട്ട് 5:30 LDF പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിന് 5:30 സമയം. മേപ്പയ്യൂർ കോഴിക്കോട് റൂട്ടിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതും പോലീസിൻ്റെ പെർമിഷനോടുകൂടി, പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. പോലീസ് കാണിച്ച റൂട്ടിലൂടെ കൂടിയായിരുന്നു LDFൻ്റെ പ്രതിഷേധ പ്രകടനം നടന്നത്. വളരെ പറഞ്ഞ സമയത്ത് തന്നെ ആരംഭിച്ച് കൃത്യമായ പറഞ്ഞ സമയത്ത് തന്നെ ഈ പ്രതിഷേധ പ്രകടനം അവസാനിച്ച് എല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു പോയി. ഇതേ സമയത്ത് തന്നെയായിരുന്നു സമാനമായ UDF പ്രവർത്തകരുടെ ഈ പ്രകടനം ഉണ്ടായിരുന്നത്. പക്ഷേ പറഞ്ഞ സമയത്തിൽ നിന്ന് 1.5 മണിക്കൂറോളം വൈകിയാണ് അവർ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഇതിന് കാരണം സ്ഥലം MP ആയ ഷാഫി പറമ്പിൽ വരണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഇത്തരത്തിലൊരു പ്രകടനം ആരംഭിക്കാമെന്ന് UDF പ്രവർത്തകർ നിലപാടെടുക്കുകയായിരുന്നു. ഈ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രകടനം ആരംഭിച്ചത്. ആസൂത്രിതമായ അക്രമത്തിൻ്റെ ഒരു ലക്ഷണങ്ങളായി തന്നെ കാണാവുന്നതാണ്. ചേതൻ സാജൻ, ഇന്നലെ രാത്രി മുതൽ നമ്മൾ അവിടെ തത്സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ചേതൻ സാജൻ ഇപ്പോൾ പങ്കുവച്ചത്.